ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂമിംഗ് ടേസ്റ്റ് ബഡ്സ്. ഇന്നത്തെ റെസിപ്പി ചുണ്ടയ്ക്ക കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്, നല്ല ടേസ്റ്റിയും കൂടെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. ഇനി വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയിലാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കും. സോ കഴിവതും നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇനി എണ്ണ ചെറിയ ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ചുണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഈ ചുണ്ടയ്ക്ക ഒരുപാട് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ചുണ്ടയ്ക്ക ഒരുപാട് നമ്മൾ കറിയിൽ ചേർക്കുകയാണെങ്കിൽ കറി കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ചുണ്ടയ്ക്ക ചെറു തീയിലിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്ത ചുണ്ടയ്ക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചുണ്ടയ്ക്ക വറുത്തെടുത്ത സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് വറ്റൽ മുളക് വറുത്തെടുക്കാം. ഞാനിവിടെ 6 വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്. വറ്റൽ മുളകും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാത്രത്തിൽ തന്നെ ബാക്കി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം. പാത്രത്തിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളകാണ്. മുഴുവൻ കുരുമുളകാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. 1 ടീസ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ തുവരപ്പരിപ്പ്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ അരി. അരി ഇപ്പോൾ നമ്മൾ യൂഷ്വലായിട്ട് ചോറ് വെക്കാൻ എടുക്കുന്ന അരി തന്നെ 1/4 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതിയാവും. ഇനി ഇതെല്ലാം ചെറു തീയിലിട്ട് വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വറുത്തെടുത്ത ഈ മസാലക്കൂട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച വറ്റൽ മുളകും കൂടെ ചേർത്ത് ചൂടാറിയ ശേഷം പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. കറി വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മസാലയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കറി തയ്യാറാക്കാവുന്നതാണ്. അധികം ടൈം എടുക്കില്ല. മസാല വറുത്തെടുത്ത ആ സെയിം പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. അതിൻ്റെ കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് തൊലിച്ച് മാറ്റി വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായി ഒന്ന് വഴന്നു കിട്ടിയാൽ മാത്രം മതി. കളർ ചേഞ്ച് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ഒരു വലിയ നെല്ലിക്ക സൈസിലുള്ള വാളംപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പുളിയുടെ പച്ചമണം മാറുന്നവരെ തിളപ്പിച്ചെടുക്കുക. പുളിവെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളത്തിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു മാറ്റി വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ച മസാലപ്പൊടി ചേർക്കുമ്പോഴേക്കും കറി കുറച്ച് കുറുകി വരുന്നതായിട്ട് തോന്നും. ആ സമയത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി നല്ലപോലെ തിളച്ച് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. കറി തിളച്ച് കുറുകി വന്നതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച ചുണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ചുണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് കറി തിളപ്പിച്ചെടുക്കണം. ഇനി അവസാനമായി ഒരു ചെറിയ പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ശർക്കര നല്ലപോലെ അലിഞ്ഞ് ചേർന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചുണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി ചോറിൻ്റെ കൂടെ പപ്പടവും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ ചെറിയ ക്വാണ്ടിറ്റി കറി കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.